വൈകുന്നേരം 5:30 തൊട്ട് രാത്രി 10-10:30 വരെ നിരവധി ചാനലുകളിൽ നിരവധി സീരിയലുകളാണ് സംപ്രേഷണം ചെയ്യുന്നത്. അമ്മായിയമ്മ മരുമകൾ പോര്, നാത്തൂൻ പോര്, മക്കൾ തമ്മിൽ പോര്, അമ്മയും മക്കളും തമ്മിൽ പോര്, അങ്ങനെ പല രീതിയിലുള്ള കഥകളാണ് എല്ലായിടത്തും ഉള്ളത്. സാധാരണ കണ്ടുവരുന്ന രീതിയേക്കാൾ കുറച്ചുകൂടി കണിശമായിട്ടുള്ള കഥകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്നാൽ ഇത് എത്രമാത്രം ഇത് കാണുന്നവരെ ബാധിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ? സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അമ്മായിയമ്മ അങ്ങനെ പെരുമാറുകയുള്ളൂ എന്ന് ചിന്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന പെൺകുട്ടികളുണ്ട്. എന്നാൽ സീരിയൽ കാരണം ഒരു പ്രോടൈപ്പ് ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് പോകും. ആ പ്രോട്ടോടൈപ്പ് ക്യാരക്ടർ കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായ എല്ലാവരും പറയുന്നത്. വൈകുന്നേരങ്ങളിൽ സീരിയൽ കണ്ടാൽ നമ്മൾ ഈ രോഗത്തിന് അടിമയാവുമെന്നത് ഉറപ്പാണ്. എന്നും സീരിയൽ കാണുന്നതും സീരിയലിന് അഡിക്റ്റ് ആവുന്നതും ഒരു രോഗമല്ല, മറിച്ച് അതൊരവസ്ഥയിലേക്ക് സൃഷ്ടിക്കും. അതായത് സീരിയലിൽ കാണുന്ന അമ്മായിയമ്മയും മരുമകളുമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാൻ പോലെ ചിന്തിക്കും. അങ്ങനെ മനസ്സിനെ തയ്യാറെടുപ്പിക്കും. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കും. പതിയെ നമ്മളത് ഉൾക്കൊണ്ട് അതിലൂടെ ജീവിക്കാൻ ശ്രമിച്ചു പോകും. ആ രീതിയിലേക്ക് മനസ്സ് വളയ്ക്കപ്പെടരുത്, ഒരിക്കലും അതിനെ അനുവദിക്കരുത്. അതിൽ കാണുന്ന മരുമകളും അമ്മായിയും അമ്മയോ അല്ല ശരിക്കും ജീവിതത്തിലെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അതിലൂടെ മരുമകൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും എൻ്റെ മരുമകൾ ചിന്തിക്കുന്നതെന്ന് കരുതി മാറി നിൽക്കുകയും അങ്ങനെ പെരുമാറുകയും ചെയ്യുന്ന അമ്മായിമ്മമാരുണ്ട്. എന്നാൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. സീരിയലിൽ റേറ്റിംഗ് കൂടാനും കുശുമ്പും കുഞ്ഞായ്മയും കാണിക്കാനും വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ അവർ ചെയ്യുന്നതെന്നും ഇതൊക്കെ അഭിനയമാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയല്ല എന്നും മനസ്സിലാക്കി അതിൻ്റെ സത്യാവസ്ഥയിലൂടെ ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ ശക്തി നേടാനാവൂ. എന്ത് കാര്യം ചിന്തിച്ചാലും നമ്മൾ കാണുന്നതിലോട്ട് നമ്മുടെ മനസ്സ് കീഴ്പ്പെട്ടു പോകും. ഒരു സിനിമ കണ്ടാലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഒരു സിനിമയിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാലോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടാലോ അതെടുക്കാനും അത് ഉപയോഗിക്കാനും നമുക്ക് തോന്നും. മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നത് കണ്ടാൽ പോലും ആ രീതിയിൽ നടക്കാനും പെരുമാറാനും തോന്നും. ഒരു പ്രേത സിനിമ കണ്ടാലോ ഒരു ഡ്രാക്കുള സൈക്കോ സിനിമ കണ്ടാലോ കുറച്ചു നേരം നമ്മൾ അതിൽ നിന്ന് വിട്ടെടുക്കാനെടുക്കും. അതെല്ലാം മാനുഷികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഓരോ പേടിയെക്കുറിച്ചും ഇപ്പോൾ ഓരോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകാർ പറയുന്നത്. അക്കൂട്ടത്തിലാണ് സീരിയൽ ഭ്രമത്തെക്കുറിച്ച് പറയുന്നത്. വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഇരുന്ന് കാണുന്ന ഒരേ ഒരു പരിപാടി ഇത്തരം സീരിയലുകളായിരിക്കും. ഇതിൽ ഓരോയിടത്തും ഓരോ കുശുമ്പും കുഞ്ഞായ്മയും പറയും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞായ്മകളിലൊക്കെ തന്നെയും ജീവിക്കാൻ നോക്കും. അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടു പോകും. അങ്ങനെ ചിന്തിക്കാൻ പതിയെ തുടങ്ങും. മൈൻഡ് അങ്ങനെ തന്നെ കൺവേർട്ട് ആകും. കുറച്ച് മാറ്റി ചിന്തിച്ച് നല്ല സീരിയലുകൾ കണ്ട് നല്ല സിനിമകൾ കണ്ടു നോക്കൂ. അപ്പോൾ മനസ്സിലാകും ഇങ്ങനെയും ജീവിതങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ അസുഖം വരാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് അനുസരിച്ച് പെരുമാറണമെന്നും പറയുന്നു. സീരിയലായി മാത്രം കാണാൻ ശ്രമിച്ചാൽ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നും അത് മനസ്സിലാക്കിയാൽ തന്നെ എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നും അതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. അതുകൊണ്ട് സീരിയൽ കാണുന്നവർക്കൊക്കെ തന്നെയും ഈ രോഗം പിടിപെടാം. ഇതൊരു രോഗമല്ല, ഇതൊരു മാനസിക അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ട് എത്തിക്കരുത് ഒരിക്കലും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.